കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. തിരുവനന്തപുരം ചെങ്കോട്ട പാതയോട് ചേർന്ന് കിഴക്കൻ മലനിരകളുടെ താഴ്വാരത്തുകൂടി ഒഴുകുന്ന കല്ലടയാറിന്റെ തീരത്തായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 5 അയ്യപ്പ ക്ഷേത്രങ്ങളായ കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ, കാന്തമല, ശബരിമല എന്നിവയിൽ ആദ്യത്തെ ക്ഷേത്രമാണ് കുളത്തൂപ്പുഴ ക്ഷേത്രം എന്ന് വിശ്വസിക്കപ്പെടുന്നു. കുളന്തൈപ്പുഴ എന്നായിരുന്നു ആദ്യകാലത്ത് ഇവിടം അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അത് കുളത്തൂപ്പുഴയായി മാറി. ക്ഷേത്ര ഐതിഹ്യം അനുസരിച്ച് പരശുരാമൻ ഇവിടെ ധ്യാനത്തിലിരിക്കുകയും ധ്യാനത്തിൽ ബാലകന്റെ രൂപത്തിൽ ശാസ്താ ദർശനം ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് ബാലകന്റെ രൂപം ഒരു ശിലയിൽ ആവാഹിച്ച് ഇവിടെ പ്രതിഷ്ഠിച്ച് പൂജകൾ നടത്തി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കല്ലടയാറിന്റെ തീരപ്രദേശമായതിനാൽ ഇവിടെ പ്രളയമുണ്ടായി. ക്ഷേത്രവും വിഗ്രഹവും നശിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അക്കാലത്ത് ഇവിടം ഭരിച്ചിരുന്നത് കൊട്ടാരക്കര തമ്പുരാനായിരുന്നു. അങ്ങനെ ഒരു ദിവസം കൊക്കളത്ത് മഠത്തിലെ ബ്രാഹ്മണന്മാർ ഒരു തീർത്ഥയാത്ര പുറപ്പെട്ട് കുളത്തൂപ്പുഴയിലെത്തി. ബ്രാഹ്മണന്മാർ ആഹാരം പാചകം ചെയ്യാൻ വേണ്ടി 3 കല്ലുകൾ കൂട്ടി അടുപ്പുണ്ടാക്കി. എന്നാൽ അതിൽ ഒരു കല്ലിന് എത്ര താഴ്ത്തിയിട്ടും നീളം കൂടുതലായി തോന്നി. നീളം കൂടിയ കല്ലിനെ മറ്റൊരു ശില കൊണ്ട് പൊട്ടിക്കുകയും അത് 8 കഷ്ണങ്ങളായി പൊട്ടുകയും അതിൽ നിന്ന് രക്തം വാർന്നൊലിക്കുകയും ചെയ്തു. തുടർന്ന് ഇതിൽ ദേവചൈതന്യം കണ്ടെത്തുകയും മറ്റു ശിലയെടുക്കാതെ ഈ ശിലയെ കൂട്ടിയോജിപ്പിച്ച് വെള്ളി കെട്ടിയ മുഖത്തോടെ കൊട്ടാരക്കര തമ്പുരാൻ ക്ഷേത്രം പണിത് ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ക്ഷേത്രം സന്ദർശിക്കുന്നവർ പ്രധാന പ്രതിഷ്ഠ നോക്കുമ്പോൾ 3 പ്രതിഷ്ഠകൾ കാണാൻ കഴിയും. ഇതിൽ ആദ്യത്തേത് മൂലവിഗ്രഹവും, രണ്ടാമത്തേത് ശീവേലി വിഗ്രഹവും, മൂന്നാമത്തേത് ചാർത്ത് വിഗ്രഹവുമാണ് കുളത്തൂപ്പുഴയിലുള്ളത്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം മാമ്പഴത്തറ ഭഗവതിയെ കുടിയിരുത്തിക്കുന്ന കാണാം. കുളത്തൂപ്പുഴയിലെ പ്രതിഷ്ഠ ബാലകനായതിനാൽ 2 നേരം പള്ളി ഉണർത്തലുണ്ടിവിടെ. ക്ഷേത്രത്തിൽ ദർശനം നടത്തി പുറത്തിറങ്ങിയാൽ തെക്ക് വശത്തെ പടികൾ കയറി ചെന്നാൽ ആദ്യം ഭൂതത്താന്റെ നടയിലെത്താം. ഭൂതത്താനെ വണങ്ങി മുന്നോട്ട് നടന്നാൽ നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും പ്രതിഷ്ഠയുടെ അടുത്ത് എത്തിച്ചേരാം. നാഗദോഷങ്ങൾ അകറ്റാൻ ഇവിടെ പുള്ളുവൻ പാട്ട് വഴിപാടായി നടത്താറുണ്ട്. എല്ലാ മാസത്തിലെയും ആയില്യം നാളിൽ പ്രത്യേക വഴിപാടുകൾ ഇവിടെയുണ്ട്. നാഗദൈവങ്ങളെ വണങ്ങി പടികൾ ഇറങ്ങിച്ചെന്നാൽ യക്ഷിയമ്മയുടെ നടയിലെത്തിച്ചേരാം. യക്ഷിയമ്മയ്ക്ക് ഇവിടെ പ്രത്യേക പ്രാധാന്യമുണ്ട്. വഴിപാടുകളായി സന്താനലബ്ധിക്കായി തൊട്ടിൽ സമർപ്പിക്കലും കുട്ടികളുടെ ആയുരാരോഗ്യത്തിനായി കരിവള സമർപ്പിക്കലും വിവാഹ തടസ്സം മാറാൻ കുങ്കുമം സമർപ്പിക്കുകയും ചെയ്യുന്നു. കുളത്തൂപ്പുഴ ക്ഷേത്രത്തിൽ ദേവിയുടെ 2 ഭാവങ്ങളാണുള്ളത്. ഒന്ന് മാമ്പഴത്തറ ഭഗവതിയായും മറ്റൊന്ന് യക്ഷിയമ്മയായും ആരാധിക്കുന്നു. യക്ഷിയമ്മയെ വണങ്ങി മുന്നിൽ നടന്നാൽ കന്നിമൂലയിൽ ഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്ര ദർശനം നടത്തി ചുറ്റമ്പലത്തിന്റെ കിഴക്ക് വശത്തായി കറുപ്പസ്വാമി, കറുപ്പായി അമ്മ തുടങ്ങിയവരുടെ ക്ഷേത്രം കാണാം. ഇവിടെ വിശേഷ ദിവസങ്ങളിൽ തമിഴ്നാട്ടിലെ പൂജാരിമാർ പൂജ ചെയ്യാറുമുണ്ട്. അവിടെയും പിന്നിട്ട് വടക്ക് വശത്തേക്ക് വന്നാൽ ക്ഷേത്രത്തിനകത്ത് പ്രതിഷ്ഠിച്ചിരുന്ന മഹാവിഷ്ണുവിനെ പുതിയതായി പുറത്ത് അമ്പലം പണിത് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. ഇവിടെയും ദർശനം നടത്തി ശാസ്താവിന്റെ ഇഷ്ട വഴിപാടായ മീനൂട്ട് ക്ഷേത്രകുളത്തിൽ നടത്താം. കുളത്തൂപ്പുഴയിലെ ക്ഷേത്രക്കടവിലെ മത്സ്യങ്ങൾ ശാസ്താവിന്റെ തിരുമക്കൾ എന്നറിയപ്പെടുന്നു. മീനൂട്ട് നടത്തിയാൽ ത്വക്കുരോഗങ്ങൾ മാറും എന്നും വിശ്വസിക്കപ്പെടുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളായി നടക്കുന്ന വിഷുവാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. കൂടാതെ മേടമാസത്തിലെ തിരുവുത്സവവും നടത്തിപ്പോരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രം. ക്ഷേത്രം രാവിലെ 5 മണി മുതൽ 12 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെയും നട തുറന്നിരിക്കും. ഉത്സവ സമയത്ത് ഇതിന് മാറ്റങ്ങൾ ഉണ്ടാകും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.